ഇന്നത്തേതൊരു വാൻചോ കേക്കാണ്. അപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തു. വൈറ്റ് ചോക്ലേറ്റാണ്. പക്ഷേ അതെനിക്ക് ഈ ഒരു കളറായിപ്പോയി കേട്ടോ. അതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് ചോക്ലേറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചോക്ലേറ്റിലേക്ക്, അതായത് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ 2 പീസ് അതിലേക്ക് ഒന്ന് വീണുപോയി ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ച സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കളറായി പോയത്. മറ്റേത് നമുക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് കളറ് അങ്ങനെ കുറഞ്ഞു പോവുകയാണ്, നല്ല വൈറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളറുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് 1-2 ഡ്രോപ്പും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ മുന്നേ ഒരു തവണ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വൈറ്റ് കളർ അങ്ങനെ അധികം ആവശ്യം വരാറില്ല. ഈ ഒരു ചോക്ലേറ്റിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അങ്ങനെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനത് തീർന്ന ശേഷം ഞാൻ വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ അതുകൊണ്ട് കളറില്ലാത്തതുകൊണ്ട് ഒഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കളറിൽ തന്നെയാണ് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം ചോക്ലേറ്റ്, ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടുള്ള നൈഫ് വെച്ചിട്ട് നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്യുമല്ലോ, അങ്ങനെ വരുന്ന സമയത്തും അതിൻ്റെ പൊടികൾ വീണിട്ട് ആ ഒരു കളർ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്ത ശേഷം പിന്നെ ഡാർക്ക് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിലെനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ചെറിയ 2 പീസാണ് കേട്ടോ വീണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ആ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ചെറിയൊരു കളർ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു ഡ്രിപ്പ് ചെയ്ത് വീഴുന്നത് കുറച്ചൊരു ഭംഗിയുള്ള ഇത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ബാലൻസ് ഉണ്ടായിരുന്നത് കുറച്ചും കൂടി ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ടോപ്പ് ഭാഗം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചതിന് ശേഷം സ്പൂൺ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഡ്രോപ്പ് ആ സെൻറ്ററിലേക്ക് വീണ് പോകരുത്. അവിടെ വീണാൽ അതങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കും, അതൊരു വൃത്തികേടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് തന്നെ സ്പൂണൊന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ കമിഴ്ത്തിയിട്ടങ്ങ് മാറ്റി കളഞ്ഞാലും മതി. എന്നിട്ട് ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചുറ്റിനും ഒരു റൗണ്ട് പോലെ കൊടുത്തതിന് ശേഷം അതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് അത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ട് സെൻറ്ററിൽ പേര് എഴുതി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ എഴുതി വെക്കുന്നേക്കാളും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ. അപ്പോൾ അതിന് മുന്നേ തന്നെ കേക്ക് നല്ല രീതിയിൽ സെറ്റായതിന് ശേഷമാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം പെട്ടെന്ന് തന്നെ കേക്ക് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് ഞാനൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാൻചോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ലെയർ ചോക്ലേറ്റ് കേക്കും 2 ലെയർ വാനില കേക്കുമായിട്ട് ടോട്ടൽ 4 ലെയറിലാണ് ഈ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാൻചോ കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വാനില കേക്ക് എന്നാണ് അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വാൻചോ കേക്കാണ്. ഞാൻ പിന്നെ അത് കമൻറ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 7 ഇഞ്ചിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ 8 ഇഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് ആ ഒരു ഡിസൈൻ അങ്ങനെ ഒരു ഹൈറ്റുള്ള കേക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ 8 ഇഞ്ചിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചുറ്റിനും ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ തണുപ്പുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് സെറ്റായി പോകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ പറ്റാണ്ട് വരും. ആ ഒരു ഉള്ളിലത്തെ ക്രീമും കൂടി അങ്ങ് മിക്സായി പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനുള്ള കാര്യമാണ് ഇത്. എന്നിട്ട് ഞാനിത് അത്യാവശ്യം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പേര് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോക്ലേറ്റ് എല്ലാം കറക്റ്റ് ആ ഒരു ഡ്രിപ്പ് ചെയ്ത് നിന്നിട്ടുള്ളതെല്ലാം അത് കറക്റ്റായിട്ട് തന്നെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ചോക്ലേറ്റ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചൊരു അളവൊന്നും നോക്കിയിട്ടില്ല. എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളതും ക്രീം എടുത്തിട്ടുള്ളതും. അങ്ങനെ നമുക്ക് കുറേ ചെയ്ത് വരുമ്പോൾ ഒരു ഐഡിയ വരുമല്ലോ, എത്ര ഒഴിച്ചാൽ എത്ര ആ ഒരു കട്ടിക്ക് കിട്ടുമെന്നൊക്കെ നമുക്കൊരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡാർക്കും അങ്ങനെ തന്നെയാണ്, വൈറ്റും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഒഴുകി ഇങ്ങനെ താഴേക്ക് പോയിട്ട് ഇങ്ങനെ ആ ബോർഡിലൊക്കെ വീണത് അതൊരു വൃത്തികേടായിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് കൂട്ടി കൊടുക്കുക. അത് കട്ടിയായി പോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ചോക്ലേറ്റ്
കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. 1-2 തവണ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും എത്ര അളവിൽ കൊടുക്കണമെന്നൊക്കെ. പിന്നെ ചോക്ലേറ്റ് ഒഴിക്കുന്നതിന് മുന്നേ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് തണുപ്പിക്കല്ലേ. അങ്ങനെ ഓവറായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന ചോക്ലേറ്റ് നമ്മൾ ആ സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായി പോകും. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം പാലറ്റ് നൈഫ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സൈഡ് അങ്ങ് സെറ്റായി പോകും. അപ്പോൾ ആ ഒരു രീതിക്ക് അല്ലാത്ത രീതിക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ആ ഒരു 2-3 കേക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കേക്കിൻ്റെ തണുപ്പ് എത്ര വേണമെന്നും പിന്നെ ചോക്ലേറ്റിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണമെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അത് 2-3 ചെയ്യുമ്പോൾ ഫ്ലോപ്പായി പോകും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അടുത്ത് ചെയ്യുമ്പോൾ ക്ലിയറാക്കി ചെയ്താൽ മതി. ചോക്ലേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൽറ്റ് ചെയ്യുന്നതും അതുപോലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓവറായിട്ട് കട്ടി കൂടി പോകണമെങ്കിൽ ചോക്ലേറ്റ് വീണ്ടും ചോക്ലേറ്റല്ല ക്രീം ഒന്നും കൂടി മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി, ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ലൂസായി പോകണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഡെക്കറേഷൻ ഇതേപോലെ വേറൊരു കളർ ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം. അത് ഫസ്റ്റിൽ ഒഴിക്കുന്ന ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലേ രണ്ടും കൂടി മിക്സ് ആയിട്ടൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആദ്യം കൊടുത്തിട്ടുള്ള ക്രീമും കൂടി അങ്ങ് പുറത്തേക്ക് വന്നിട്ട് സ്പ്രെഡായി വരും. അതിങ്ങനെ ഇളകി വരും, പെട്ടെന്ന് ഇങ്ങനെ ഒരു പാട പോലെ ഇളകി വരുന്ന പോലെ ആ ഒരു ക്രീമും കൂടി ഇങ്ങനെ വന്നു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുത്ത ശേഷം അത് ചോക്ലേറ്റിൻ്റെ ഈ മോൾഡ് ഉണ്ടല്ലോ, നമ്പർ മോൾഡും ലെറ്റർ മോൾഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് പേരൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് പേരായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് 4 എന്നുള്ള നമ്പറും കൂടി ചെയ്തെടുക്കണമായിരുന്നു. ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ചോക്ലേറ്റ് ഞാൻ വേറൊരു സിൽക്കൻ്റെ 2 ടൈപ്പിലുള്ള മോൾഡുണ്ട്, അതിലേക്ക് ഒഴിച്ചൊന്ന് അതും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 4 എന്നുള്ളത് മറന്നു പോയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബാക്കി കുറച്ച് ആ ഒരു പൈപ്പിംഗ് ബാഗിനുള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് മെൽറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് കൈകൊണ്ട് അങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യം എഴുതിയപ്പോൾ ശരിയായില്ല, അതിങ്ങനെ അത് കറക്റ്റായിട്ട് വീഴാത്തതുകൊണ്ട് കറക്റ്റായിട്ട് അല്ല ആ ഒരു നമ്പർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും അത് അവിടെ തന്നെ വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു പേരിൻ്റെ മുകളിലേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ആ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി അങ്ങ് എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ചോക്ലേറ്റ് ഡെക്കറേഷൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗോൾഡിൻ്റെ ഗ്ലിറ്ററും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്ത് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സിനെല്ലാം അതങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാമല്ലോ. അതില്ലെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു ചോക്ലേറ്റ് എപ്പോഴും ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ഒരു ഡെക്കറേഷനൊക്കെ ഉണ്ടാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെയ്ത് നമ്മളൊരു ടിന്നിനകത്തിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് കുറച്ച് ചെയ്ത് വെക്കാറുള്ളത്. കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട്. അതായത് വൈറ്റ് ചോക്ലേറ്റ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ചെറുതെന്ന് ഇതേപോലെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈനും കൊടുത്തതിന് ശേഷം പിന്നെ ചോക്ലേറ്റ് ഡെക്കറേഷൻ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് ചിലപ്പോൾ ചില കേക്കുകളിലേക്ക് 1-2 ഫ്ലവറും കൂടിയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും ഈ വാഞ്ചോ കേക്കിന് അങ്ങനെ ഒരു ഡിസൈൻ വരാറുള്ളത്. പിന്നെ ചില ഓർഡേഴ്സ് എല്ലാം കസ്റ്റമർ മോഡൽ നമുക്ക് തരാറുണ്ട്. അവർ അയച്ചു തരുന്ന മോഡലനുസരിച്ച് ഉള്ളിൽ വാഞ്ചോ കേക്കായിരിക്കും, പക്ഷേ പുറമേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വാഞ്ചോ കേക്കാണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഡിസൈനായിരിക്കും കസ്റ്റമർ അയച്ചു തരുന്നത്. അങ്ങനെയുള്ളതെല്ലാം നമ്മൾ മാറ്റി ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരു വാഞ്ചോ കേക്ക് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് ഇതേപോലെ ഉള്ള ഡിസൈനാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ബർത്ത്ഡേ ടോപ്പർ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്ത് മോൾഡിൽ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രിൻ്റ് എടുക്കുന്ന സമയത്തും എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ഹാപ്പി ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ ഒക്കെ ഉള്ള ടോപ്പറും കൂടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് അത് ഉപകാരപ്പെടും. ഇതുപോലുള്ള സിലിക്കൺ മോൾഡിലാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ഡെക്കറേഷൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് വലിച്ച് ഒന്ന് വിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്നൊന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ബാക്ക് സൈഡിൽ നിന്നിങ്ങനെ പ്രസ് ചെയ്ത് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ മാക്സിമം നമുക്ക് ഒടിയാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ ബാക്കിൽ നിന്നിങ്ങനെ തള്ളി കൊടുക്കുന്ന സമയത്താണ് അത് പൊട്ടിപ്പോകുന്നത്. അത് സൈഡ് ആദ്യം ഒന്ന് വിടിവിച്ചെടുത്താൽ നമുക്ക് ആ ഒരു സെൻറ്ററും കൂടി ഇങ്ങനെ തള്ളി കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇളകി ഇങ്ങനെ വന്നോളും. അപ്പോൾ അങ്ങനെ എടുത്തത് കൂടുതലും എനിക്ക് ഈ ലെറ്റർ എഴുതുന്ന സമയത്താണ് പൊട്ടിപ്പോകാറുള്ളത്. അത് അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു കട്ടി കുറവാണെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കട്ടി കുറവാണെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോകും. അത്യാവശ്യം കട്ടിക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പൊട്ടാതെ തന്നെ എടുക്കാൻ പറ്റും. ഈ സിലിക്കൺ മോൾഡും ഗോൾഡിൻ്റെ ഡസ്റ്റും ഗ്ലിറ്ററും എല്ലാം നമുക്ക് ഓൺലൈനിലും കിട്ടും. നമ്മുടെ കേക്കിൻ്റെ മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിലെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കമൻറ്റായിട്ടും കൂടി അറിയിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ ആ ഒരു മോൾഡ് ഒന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ അതൊന്ന് വാങ്ങി ചെയ്ത് നോക്കണേ. നമുക്ക് അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു സംഭവമാണേ.
ഈ സിൽക്കൺ മോൾഡ് നമുക്ക് ഒരുപാട് ടൈപ്പിൽ കിട്ടും. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നത്, പിന്നെ നമുക്ക് ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുക്കാം, ഫ്ലവേഴ്സിൻ്റെ ആകൃതിയിലുള്ളത്, ലീഫുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ എത്ര നോക്കിയാലും വാങ്ങിച്ചാലും നമുക്ക് മതിയാവാത്തൊരു സംഭവമാണ് ഈ സിൽക്കൺ മോൾഡ്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.